തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ച തന്റെ പ്രിയപ്പെട്ട മാനുവൽ അങ്കിളിനെ കൊലപ്പെടുത്തിയ രണ്ടാനച്ഛനെതിരെ പ്രതികരിക്കുന്ന നിധി എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് മഞ്ഞുപോലൊരു പെൺകുട്ടി. മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ഒപ്പം മാനുവലിനെ കൊലപ്പെടുത്തിയതിനും രണ്ടാനച്ഛൻ ജയിലിൽ പോവുകയും നിധി ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരികയും ചെയ്യുന്നയിടത്താണ് സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം നിധിയുടെയും ഒപ്പമുള്ളവരുടെയും എല്ലാം ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. മാനുവലിന്റെ മരണവും രണ്ടാനച്ഛന്റെ അറസ്റ്റും കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിധി ഇപ്പോൾ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൾ വളരെയധികം ശാന്തമാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവൾ ഇപ്പോഴും പഴയ സംഭവങ്ങളുടെ ട്രോമ അനുഭവിക്കുന്നുണ്ട്. അമ്മയും അനിയത്തി കനിയും നിധിയുമെല്ലാം ഇപ്പോൾ കോഴിക്കോട് തന്നെയാണ് താമസം. അന്നത്തെ ആ രാത്രിക്ക് ശേഷം ആ ഫ്ലാറ്റും അന്ന് താമസിച്ച നഗരവുമെല്ലാം വിടാമെന്നുള്ളത് നിധിയുടെ അമ്മയുടെ തീരുമാനമായിരുന്നു. അങ്ങനെയാണ് അവർ കോഴിക്കോട് ജില്ലയിലേക്ക് സ്ഥലം മാറുന്നതും നിധിയുടെയും കനിയുടെയും ഉപരിപഠനമെല്ലാം അവിടെ പൂർത്തീകരിക്കുന്നതും. മാനുവലിന്റെ മരണം നിധിയെ ഇന്നും വേട്ടയാടാറുണ്ട്. തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന കുറ്റബോധവും അന്നത്തെ തന്റെ അപക്വമായ തീരുമാനത്തിലുള്ള നിരാശയും എല്ലാം അവളെ നല്ല പോലെ വേട്ടയാടാറുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ അവളെ വിളിക്കാറുള്ള, അവളുടെ വിവരങ്ങൾ തിരക്കാറുള്ള മാനുവലിന്റെ പഴയകാല സുഹൃത്തായ ശാലിനി അവളെ എപ്പോഴും സമാധാനിപ്പിക്കും. മാനുവൽ മരിക്കാൻ കാരണം നിധിയല്ലെന്നാണ് ശാലിനി പറയാറുള്ളത്. പക്ഷേ എത്രയൊക്കെ സമാധാനിപ്പിക്കാനായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ മരണകാരണം താനാണെന്ന സത്യത്തെ അവൾക്കൊരിക്കലും കുഴിച്ചു മൂടാൻ പറ്റില്ലായിരുന്നു. സന്ദീപ് ഇപ്പോൾ പഠനമെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. അവന്റെ കൂട്ടുകാരൻ ആദിത്യവർമ്മൻ അമേരിക്കയിൽ ഉപരിപഠനം നടത്തുകയാണ്. അന്നത്തെ ആ സംഭവങ്ങൾക്കും കേസിനും ശേഷം നിധിയുമായി അടുക്കാതിരിക്കാൻ സന്ദീപിന്റെ രക്ഷിതാക്കൾ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഗൾഫിലായിരുന്നു അവന്റെ ഉപരിപഠനമെല്ലാം. അങ്ങനെയാണ് നിധിയുമായുള്ള അവന്റെ സൗഹൃദം പതിയെ അകലുന്നതും അകന്ന് ഇല്ലാതാകുന്നതും. മാത്രമല്ല കോഴിക്കോടിലേക്ക് താമസം മാറിയ അവൾക്കും പഴയ നഗരത്തിലെ ആരുമായും അടുപ്പമില്ലായിരുന്നു. അങ്ങനെയിരിക്കെ നിധി ജോലി ചെയ്യുന്ന സ്കൂളിൽ ഒരു പുതിയ ഇംഗ്ലീഷ് അധ്യാപകൻ എത്തുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അത് സന്ദീപായിരുന്നു. നിധിയെ പ്രണയിക്കുകയും എന്നാൽ സാഹചര്യം കൊണ്ട് അവളിൽ നിന്ന് അകലേണ്ടി വരികയും ചെയ്ത സന്ദീപ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അവൻ നിധി താമസിക്കുന്ന സ്ഥലവും അവൾ ജോലി ചെയ്യുന്ന സ്ഥലവും എല്ലാം കണ്ടെത്തി അവളെ തേടി വരികയായിരുന്നു. അവളിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ജോലി ചെയ്യുന്ന അതേ സ്കൂളിൽ തന്നെ അധ്യാപകനായി വന്നതും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സന്ദീപിനെ വീണ്ടും കാണുന്ന നിധിക്ക് സന്തോഷം വരുന്നു. പക്ഷേ ആ സന്തോഷത്തേക്കാൾ കൂടുതലായി അവൾക്ക് അസ്വസ്ഥത തോന്നുന്നു. കാരണം അവന്റെ മുഖം അവളെ ആ പഴയ കാല ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സന്ദീപ് ഇപ്പോൾ പഴയതുപോലെ തമാശ പറയുന്ന ഒരാളല്ല. അവനും അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ഒരുപാട് മാറിയിട്ടുണ്ട്. മാനുവലിന്റെ മരണത്തിന് തനിക്കും പങ്കുണ്ടെന്ന കുറ്റബോധം അവനെയും വേട്ടയാടാറുണ്ട്. എങ്കിലും അവൻ ഇപ്പോഴും നിധിയോട് സ്നേഹമുണ്ട്, ഒരു പ്രത്യേക കരുതലുണ്ട്. നിധിയോടുള്ള തന്റെ പഴയ പ്രണയം ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്നവൻ അറിഞ്ഞ ഘട്ടത്തിൽ തന്നെയാണ് അവളെ തേടി ഇത്രയും ദൂരം അവൻ വീണ്ടും വന്നതും. അതുകൊണ്ട് തന്നെ അവളെ ചിരിച്ച മുഖത്തിൽ കാണാനും അവൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും ഒക്കെ തന്നെയാണ് അവന്റെ ആഗ്രഹം. അവൻ നിധിയുടെ അമ്മയെയും അനിയത്തിയെയും കാണാൻ പോവുകയും അങ്ങനെ പതിയെ പതിയെ നിധിക്കും സന്ദീപിനും ഇടയിൽ അടുപ്പം വളരുകയും ചെയ്യുന്നു. നിധിക്ക് പാനിക് അറ്റാക്ക് വരുമ്പോൾ അവളെ ശാന്തമാക്കുന്നത് സന്ദീപാണ്. അങ്ങനെ നിധി ആദ്യമായി ഒരാളുടെ അടുത്ത് സുരക്ഷിതത്വം അനുഭവിക്കാൻ തുടങ്ങുന്നു. അവർ പതിയെ പ്രണയത്തിൽ അകപ്പെടുന്നു. പക്ഷെ നിധി വീണ്ടും പഴയ ഭയത്തിലേക്ക് വീഴുന്നു. താൻ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവർ മാനുവലിനെ പോലെ മരിച്ചു പോകുമെന്നുള്ള വിശ്വാസം അവളെ സന്ദീപിൽ നിന്ന് പലപ്പോഴും അകറ്റുന്നു. പക്ഷേ അവളുടെ ട്രോമ മൊത്തം അറിയുന്ന സന്ദീപ് ഒരിക്കലും അവളെ വിട്ടുപോകുന്നില്ല. ഇതിനിടയിൽ ഒരു ദിവസം ജയിലിൽ നിന്നിറങ്ങിയ രണ്ടാനച്ഛൻ അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു. പരോളിൽ പുറത്തിറങ്ങിയെങ്കിലും അയാളുടെ മനസ്സിൽ ഇപ്പോൾ ആകെയുള്ളത് പ്രതികാരമാണ്. അയാൾക്ക് നിധിയോടും കുടുംബത്തോടും ഇപ്പോൾ ഉള്ളത് തീർത്താൽ തീരാത്ത പക മാത്രമാണ്.
സമൂഹത്തിന് മുൻപിൽ തന്റെ മുഖം മൂടി വലിച്ചു കീറിയതിനും തന്നെ ഇത്രയും വർഷം ജയിലിൽ കയറ്റിയതിനും അയാൾക്ക് അവളോടും കുടുംബത്തോടും പകയുണ്ട്. അങ്ങനെ അയാൾ അവരെ തിരഞ്ഞു പിടിച്ച് കോഴിക്കോട് എത്തുന്നു. അവരെ കണ്ടെത്തുന്നു. ഒരു ദിവസം കോളേജ് കഴിഞ്ഞു മടങ്ങി വരികയായിരുന്ന കനിയെ രണ്ടാനച്ഛൻ പിന്തുടരുന്നു. രണ്ടാനച്ഛൻ പരോളിൽ ഇറങ്ങിയെന്നും അയാൾ തന്നെ പിന്തുടരുന്നു എന്നും മനസ്സിലാക്കിയ കനി നിധിക്കും സന്ദീപിനും അയാൾ തന്റെ പുറകെ വരുന്ന കാര്യം മെസ്സേജ് ചെയ്യുന്നു. മാത്രമല്ല അവൾ വാട്സപ്പിൽ ലൈവ് ലൊക്കേഷനും അവർക്ക് അയക്കുന്നു. എന്നാൽ ഇത്തവണ നിധി പേടിച്ചൊളിക്കുന്നില്ല. അവൾ തന്നെ പോലീസിന്റെ സഹായത്തോടെ രണ്ടാനച്ഛനെ നേരിടുന്നു. ഒപ്പം സന്ദീപിന്റെ പിന്തുണയുമുണ്ട്. അതിനിടയിൽ നിധിയുടെ അച്ഛനുമായുള്ള സംഘട്ടനത്തിൽ സന്ദീപിന് ഗുരുതരമായി കുത്തേൽക്കുന്നു. പക്ഷെ കൂടുതലായി അവൻ എന്തെങ്കിലും പറ്റും മുൻപേ തന്നെ നിധി അവനെ സുരക്ഷിതമാക്കുന്നു. ഏതായാലും പോലീസ് രണ്ടാനച്ഛനെ സാഹസികമായി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കനി സുരക്ഷിതയാകുന്നു. അങ്ങനെ പരോളിലിറങ്ങി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച രണ്ടാനച്ഛന് അയാൾ അർഹിക്കുന്ന വിധത്തിൽ കോടതി വീണ്ടും ശിക്ഷ നൽകുന്നു. എന്നാൽ ഇത്തവണ 1000 മാനസിക സംഘർഷങ്ങൾക്കിടയിലും നിധി ഹാപ്പിയാണ്. കാരണം പാസ്റ്റ് അവളിൽ എത്രയൊക്കെ ട്രോമയുണ്ടാക്കിയാലും വർത്തമാന കാലത്തിൽ അവൾക്ക് പ്രശ്നങ്ങളെ എളുപ്പത്തിൽ നേരിടാൻ പറ്റുമെന്ന് അവൾ ഇത്തവണ പഠിച്ചു. ഇന്ന് മാനുവലിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് നിധിയും സന്ദീപും. പക്ഷെ അവൾ കരയുന്നില്ല. പകരം ആദ്യമായി അവൾ മനസമാധാനത്തോടെ പറയുന്നു, പ്രിയപ്പെട്ട മാനുവൽ, എന്നെ രക്ഷിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ജീവൻ കൊടുത്തു. പകരമായി ഞാൻ ഇനി ഒരിക്കലും പേടിച്ച് ജീവിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്ന്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ പുറത്ത് സന്ദീപ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കൈ പിടിക്കുന്നു. മാസങ്ങൾക്ക് ശേഷം ഇന്ന് നിധിയുടെയും സന്ദീപിന്റെയും വിവാഹമാണ്. അമ്മയും കനിയും സന്ദീപിന്റെ ഫാമിലിയും അവന്റെ ചേച്ചിയും ആദിത്യവർമ്മയും ശാലിനിയും എല്ലാം ഉണ്ട് വിവാഹത്തിന്. ഇന്ന് അവരെല്ലാം വളരെ ഹാപ്പിയാണ്. ഒപ്പം നിധിയും.